അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ വി എ അഫ്ളലുൽ സെക്കൻഡ് സെമസ്റ്റർ ഹിസ്റ്ററി ഓഫ് അറബിക് ലിറ്ററേച്ചർ, അതിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 അന്നസറുൽ ജാഹിലി അതിന്റെ തുടക്കത്തിൽ ഉള്ള പാസേജാണ്. അത് നമുക്ക് ഒന്ന് വായിക്കാം. الأدب تعبير فني عن المشاعر والأفكار الذي يؤثر في نفوس القراء والسامعين. അല്ലദബു എന്ന് പറഞ്ഞാല് സാഹിത്യം, താബീറുൻ അതൊരു എക്സ്പ്രഷനാണ്, പ്രകടിപ്പിക്കലാണ്. ഫന്നിയുൻ ടെക്നിക്കലായിട്ട്, മശായരി വൽ അഫ്കാരി ചിന്തകളെയും ഐഡിയകളെയും പ്രകടിപ്പിക്കുന്ന ആ പ്രകടിപ്പിക്കലിനെയാണ് അല്ലദബ് എന്ന് പറയുന്നത്, സാഹിത്യം. അത് യൂസറുബിൽ ഫോസിൽ ഖുറായി വായിക്കുന്നവരുടെയും വസ്വാമിയൻ കേൾക്കുന്നവരുടെയും മനസ്സില് അതിന് ഒരു എഫക്റ്റ് ഉണ്ടാക്കും. അങ്ങനെയുള്ള ചിന്തകളെയും ഐഡിയകളെയും പ്രകടിപ്പിക്കുന്നതിനാണ് അല്ലദബ് എന്ന് പറയുന്നത്. പിന്നെ സവാൻകാനത്ത് അത് ആവാം മങ്ങൂമത്തൻ, പദ്യരൂപേണ ആവാം, മൻസൂറത്തൻ അല്ലെങ്കിൽ ഗദ്യരൂപേണ ആവാം. അതായത് പോയട്രി ആവാം, പ്രോസ് ആവാം. ഈ രണ്ട് നിലയ്ക്കും ആവാം ഈ അല്ലദബ്. താരിഖുൽ അദബ്. ഈ താരിഖുൽ അദബ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? താരിഖുൽ അദബ് അതായത് സാഹിത്യത്തിന്റെ പല കാലഘട്ടങ്ങളെയും കുറിച്ച് ഉള്ള പഠനം. അതാണ് ഹുവ ഫറഉൻ മിനൽ ഉലൂമി. അത് അറിവുകളുടെ ഒരു ബ്രാഞ്ചാണ്, ഒരു ഫറആണ്. അല്ലദീ യഹ്തമു ബിദിറാസത്തി തതവ്വുരിൽ അദബി ഫിൽ ലുഗാത്തിൽ മുഖ്തലിഫ. പല ഭാഷകളുടെ സാഹിത്യത്തിന്റെ വളർച്ചകളെ പറ്റി പഠിക്കുന്ന അതിനുള്ള ഒരു അതിന്റെ ആ സയൻസിന്റെ ഒരു ഫറആണ് താരീഖുൽ അദബ് എന്ന് പറഞ്ഞത്. അപ്പൊ താരീഖുൽ അദബ് പല കാലഘട്ടങ്ങളില് പല ഭാഷകളില് അതിന്റെ വളർച്ച പല നിലക്കായിരിക്കും. അപ്പൊ അതിനൊക്കെ പറ്റി പഠിക്കുന്നതാണ് താരീഖുൽ അദബ്. വൽ ഹദഫുൽ അസാസി, അതിന്റെ താരീഖുൽ അദബിന്റെ ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം മിൻ ദിറാസത്തി താരീഖുൽ അദബി, താരീഖുൽ അദബ് പഠിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവ ഹുസൂലു മഅരിഫത്തിൻ, അറിവ് സമ്പാദിക്കലാണ്. അലൽ അൻവാഇൽ അദബിയ്യ, പലതരം അൽ അസ്റിൽ മുഅയ്യൻ, ഒരു പ്രത്യേക കാലഘട്ടത്തിലെ പല നിലക്കുള്ള സാഹിത്യത്തെക്കുറിച്ച് അറിവ് സമ്പാദിക്കലാണ് ഈ താരീഖുൽ അദബ് പഠിക്കുന്നതിന് കൊണ്ടുള്ള ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം. ഖളായാഹ, പിന്നെ അപ്പോ അലൽ അൻവാഇൽ അദബിയ്യൽ ലിൽ അസ്റിൽ മുഅയ്യൻ മാത്രമല്ല, ഖളായാഹ അതിന്റെ പ്രശ്നങ്ങളും, വഅസ്റുൽ ഉദബായി അതിന്റെ പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള സാഹിത്യകാരന്മാരെ കുറിച്ചും, മദ തഅസ്സുരിഹിം വ തഅസീരിഹിം അതിന്റെ എഫക്റ്റുകളെ സംബന്ധിച്ച്, അലൽ ഖസായിസുൽ ഫന്നിയ അതിന്റെ സവിശേഷതകളെ സംബന്ധിച്ച്, വൽ മൗളൂഇയ്യ അതിന്റെ സബ്ജക്ട് ടെക്നിക്കലും സബ്ജക്ട് വൈസുമായിട്ടുള്ള പ്രത്യേകതകളെ സംബന്ധിച്ചും ഉള്ള വിഷയങ്ങള് പഠിക്കാനാണ് താരീഖുൽ അദബ് ഉപയോഗിക്കുന്നത്. മാൽ ഇത്ലാഇ, അത് വെളിവാകുന്നതിനോടുകൂടി അല്ലെങ്കിൽ പ്രവേശിക്കുന്നതിനോടുകൂടെ, ളുറൂഫിൽ സിയാസിയ രാഷ്ട്രീയ കാര്യങ്ങളുടെ മേല്, വൽ ഫിക്രിയ
ചിന്തകളുടെയും വലിയ സോഷ്യൽ സോഷ്യലും ലിദാലിക്കൽ അസ്രി ആ കാലഘട്ടത്തിലെ സോഷ്യലും മറ്റുള്ള ചിന്താപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ഒരു വെളിച്ചം വീശുന്നതിനോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ പഠിക്കുക എന്നതാണ് താരീഖുൽ അദബ് കൊണ്ട് ഉദ്ദേശം. അതുപോലെ കത് കസമൽ മുഅർരിഖൂന ചരിത്രകാരന്മാർ കസ്സമ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാവിച്ചിരിക്കുന്നു. താരീഖുൽ അദബിൽ അറബി താരീഖുൽ അദബിനെ ഭാവിച്ചിരിക്കുന്നു ഇലാ ഖംസത്തി ഉസൂരിൻ 5 കാലഘട്ടങ്ങളിലേക്ക്. അത് ഏതൊക്കെയാണ്? വഹിയ അൽ അസ്റുൽ ജാഹിലി, ഒന്നാമത്തത് ജാഹിലിയ കാലഘട്ടം. ജാഹിലിയായ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കഥ ഹദ്ദൽ മുഹർരിഖൂൻ ചരിത്രകാരന്മാർ അതിനൊരു ഹദ് നിശ്ചയിച്ചിരിക്കുന്ന 150 കൊല്ലം ഖബ്ല ളുഹൂറിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ആഗമനത്തിന് 150 കൊല്ലം, ഇസ്ലാമിന്റെ ആഗമനത്തിന് മുമ്പ് 150 കൊല്ലം ആണ് ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത്. അൽ അസ്റുൽ ഇസ്ലാം രണ്ടാമത്തത് ഇസ്ലാമിന്റെ കാലഘട്ടമാണ്. അത് എംതദ്മിൻ ബിദായത്തി ദഅവത്തിൽ ഇസ്ലാമിയ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന അതിന്റെ തുടക്കം മുതൽ ഇലാ സുഖൂത്തി ദൗലത്തിൽ അമവിയ രാഷ്ട്രത്തിന്റെ വീഴ്ച വരെ എന്ന് പറഞ്ഞാൽ അമവിയ രാഷ്ട്രം രൂപീകരിച്ചത് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്, അദ്ദേഹത്തിന്റെ മകൻ യസീദ്. അങ്ങനെ അപ്പൊ അവരുടെ ആ കാലഘട്ടം കഴിയുന്നത് വരെ ആയിരുന്നു അസ്റുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇലാ സുഖൂത്തി ദൗലത്തിൽ അമവിയ സന 132 ഹിജ്റി 132 ഹിജ്റ 132 വരെ ആയിരുന്നു അമവിയുടെ കാലഘട്ടം. അപ്പൊ അതുവരെ ആയിരുന്നു ഇസ്ലാമിക അസ്റുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ആ തുടക്കം മുതല് അമവിയ കാലഘട്ടത്തിന്റെ അവസാനം വരെയാണ് അസ്റുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതായത് 750 മീലാദി. അപ്പൊ അസർ ഈ കാലഘട്ടം ഇനി രണ്ടായിട്ട് തിരിയണ്ട്. ഇല അഹദൈനി, 2 കാലഘട്ടങ്ങളായിട്ട് തിരിയണ്ട്. ഏതൊക്കെ? അഹദ് സദറുൽ ഇസ്ലാം വഹുവ അഹദ് റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖുലഫാഉർ റാഷിദീൻ വ അഹദ് അദ്ദൗലത്തുൽ അമവിയ്യ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുലഫാഉർ റാഷിദീന്റെയും കാലഘട്ടവും പിന്നെ ഒന്ന് അമവിയ കാലഘട്ടം. ഇങ്ങനെ 2 കാലഘട്ടമായിട്ട് അസ്റുൽ ഇസ്ലാം തിരിയുന്നുണ്ട്. പിന്നെ 3 അസ്റുൽ അബ്ബാസി. അസ്റുൽ അബ്ബാസി യബ്തദി ബിഖിയാമി ദൗലത്ത് ബനിൽ അബ്ബാസ് രൂപീകരിച്ച രാഷ്ട്രം. പിന്നെ അതിന്റെ തുടക്കം മുതല് ആണ് തുടക്കം. അതായത് 132 മുതല് ഹിജ്റ 132 മുതല് വയന്തഹീബി സുഖൂത്തി ബഗ്ദാദിന്റെ തോൽവി, ബഗ്ദാദിന്റെ വീഴ്ച വരെ. ബഗ്ദാദ് എന്ന് പറഞ്ഞാൽ ഇറാഖിന്റെ തലസ്ഥാനാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും, സദ്ദാം ഹുസൈൻ ഭരിച്ചിരുന്ന രാജ്യമാണ് ഇറാഖ്. അതിന്റെ തലസ്ഥാനമാണ് ബഗ്ദാദ്. ഈ ബഗ്ദാദ് 1258 ബനിൽ അബ്ബാസ് ഭരിച്ചിരുന്ന അബ്ബാസിദ് ഭരണ കാലഘട്ടത്തിന്റെ അവസാനമാണ് 1258. അത് അബ്ബാസി ഭരണകൂടത്തിന്റെ
ആ, അവസാനത്തെ രാജാവ്, അവസാനത്തെ ഖലീഫയായിരുന്ന ആ, അൽ മുസ്താസിം ബില്ല എന്ന് പറയുന്ന ആ, ഒരു ഖലീഫയായിരുന്നു. 37ാമത്തെ ഖലീഫയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ തോൽപ്പിച്ചത് മംഗോളിയൻസ് ആണ്. മംഗോളിയൻസ് എന്ന് പറഞ്ഞാല് മംഗോളിയ രാജ്യം ഇപ്പോ ചൈനയുടെയും റഷ്യയുടെയും ഇടയ്ക്ക് കിടക്കുന്ന സ്ഥലമാണ്. ഒരു 1500 പരം മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു കിടക്കുന്ന സ്ഥലമാണ് മംഗോളിയ. അവര് വലിയ സാമ്രാജ്യമായിരുന്നു അവരുടെ മംഗോളിയൻ എംപയർ. വലിയ സാമ്രാജ്യമായിരുന്നു. ചെങ്കിസ് ഖാന്റെ പേരക്കുട്ടി ഹുലു ഹുലു ഹുലുഖാൻ ഹുലുഖാൻ എന്ന് പറയുന്ന ഒരുത്തനാണ് ഹുലീഗു ഖാൻ എന്നാണ് ഈ പിന്നെ ഇറാഖ് ബാഗ്ദാദിനെ പിടിച്ചടക്കിയ പടയാളിയുടെ പേര്. അത് ചെങ്കിസ് ഖാന്റെ പേരക്കുട്ടിയാണ്. അത് അങ്ങനെയാണ് അബ്ബാസിയ ഭരണകൂടം നിലം പതിച്ചത് 1258. പക്ഷെ വലിയ സാമ്രാജ്യമായിരുന്നെങ്കിലും കൂടി ഇപ്പോ അവർക്ക് ഒരു ആ മലഞ്ചരിവില് അല്ല ആ മലമ്പ്രദേശത്തുള്ള ആ ഒരു ചെറിയ ഒരു മംഗോളിയ എന്ന് പറഞ്ഞ രാജ്യത്ത് മാത്രമേ അവർക്ക് സ്വാധീനമുള്ളൂ. പിന്നെ 4ാമത്തെ കാലഘട്ടം ഏതാണ്? അസ്റുദ് ദുവലുൽ മുത്തതാബിയ. പല രാഷ്ട്രങ്ങള് അസ്റും മുതാജിദുൻ, പല കാലഘട്ടമാണ്. ദവീലാത്തി അൽ ഇമാറാത്തി, പല രാജ്യങ്ങളുടെയും പല രാഷ്ട്രങ്ങളുടെയും പല കാലഘട്ടം. അത് തുടങ്ങും സുക്കൂത്തി ബഗ്ദാദിന്റെ വീഴ്ച മുതല് ബിനുസൂലിൽ ഹംലത്തിൽ ഫ്രഞ്ച് വിപ്ലവം വരെ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അവസാനം വരെ. അപ്പൊ 1258 ചെങ്കിസ് ഖാന്റെ ഹുലൈഗു ഖാൻ പിടിച്ചടക്കി അബ്ബാസിദ് ഭരണകൂടം നിലംപൊത്തി. അവിടുന്ന് 98 40 കൊല്ലം 40 കൊല്ലം വരെ 40 കൊല്ലം അങ്ങനെ പല രാഷ്ട്രങ്ങളും കടന്നു വന്നു. അങ്ങനെ 1798 ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായി. ആ ഫ്രഞ്ച് വിപ്ലവത്തിനോട് കൂടി ആണ് ആ കാലഘട്ടം അവസാനിച്ചത്. ഏത്? ഈ അസ്റുദ് ദുവലുൽ മുത്തതാബിയ എന്ന് പറയുന്ന ആ കാലഘട്ടം അവസാനിച്ചത്. പിന്നെ അൽ അസ്റുൽ ഹദീസ്, മോഡേൺ കാലഘട്ടം, ഇപ്പോഴത്തെ കാലഘട്ടം. ഹുവൽ അസ്റുൽ ഹാദിർ, ഇപ്പോഴത്തെ കാലമാണ്. മിൻ 1798 മുതല് ഇലാ വഖത്തിന ഹാദ, നമ്മുടെ ഈ കാലം വരെ ഉള്ള കാലത്തിനാണ് അൽ ഹസ്റുൽ ഹദീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നിപ്പോ ചെറിയൊരു വീഡിയോ ആണ്. ഇനി അടുത്തത് ബിഅത്തുൽ അദബിൽ ജാഹിലി എന്ന് പറയുന്ന ആ പോർഷൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഇതൊരു പുതിയ വിഷയമാണ്. ഇത് കുറച്ച് വിഷമമുള്ള വിഷയമാണ്. അപ്പോ ഇതിന്റെ അർത്ഥങ്ങളൊക്കെ പഠിച്ചാൽ വളരെ നല്ലതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.